ഹായ് കുട്ടീസ്, എല്ലാവരും സ്കൂളിൽ പോകാൻ തുടങ്ങിയോ? എല്ലാവർക്കും പുതിയ കൂട്ടുകാരെ കിട്ടിയോ? എല്ലാവർക്കും കൂട്ടുകാരെയൊക്കെ കിട്ടിയിട്ടുണ്ട് അല്ലേ? എന്ന് നമുക്ക് ഇന്നത്തെ ക്ലാസ് തുടങ്ങിയല്ലേ? ഇന്ന് എന്താ പഠിക്കാൻ പോകുന്നതെന്ന് അറിയോ? ഇന്ന് നമ്മള് മലയാളമാണ് പഠിക്കാൻ പോകുന്നത്. മലയാളത്തിലെ ഒരുപാട് അക്ഷരങ്ങളും അതിന്റെ വാക്കുകളൊക്കെ നമുക്ക് പഠിക്കണം. പഠിക്കണ്ടേ? ഓരോ അക്ഷരവും എഴുതാനും പറയാനൊക്കെ നമുക്ക് പഠിക്കണം. ഇന്ന് നമ്മൾ അതിലെ ഒരു അക്ഷരമാണ് പഠിക്കാൻ പോകുന്നത്. ആ അക്ഷരം എന്താണ്, അത് എങ്ങനെ എഴുതാം, അതൊക്കെ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കാം. ഓക്കെ, ആർ യു റെഡി? യെസ് എന്ന് ഉറക്കെ പറയൂ. ആർ യു റെഡി? യെസ്. ഓക്കെ, ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന അക്ഷരം ഇവിടെ ഒട്ടിച്ചു വെച്ചിട്ടുണ്ട്, കാണുന്നുണ്ടോ? ഈ അക്ഷരത്തിന് പറയുന്ന പേരാണ് റ. ഇത് ഏതാണ് അക്ഷരം? റ. ഒന്ന് എന്റെ കൂടെ ഒന്ന് പറഞ്ഞു നോക്കിക്കേ. റ റ റ റ. ഈ അക്ഷരത്തിന് പറയുന്ന പേരാണ് എന്ത്? റ. ഒന്നുകൂടെ ഉറക്കെ പറഞ്ഞേ. റ. ഒന്നുകൂടെ ഒന്ന് പറഞ്ഞേ. റ. ഇതേതാണ് അക്ഷരം? റ. ഇതേതാ അക്ഷരം? റ. മറക്കുവോ? ഈ അക്ഷരം ഏതാ? മറക്കാൻ പാടില്ല കേട്ടോ. ഇതേതാണ് അക്ഷരം? റ. ഈ അക്ഷരത്തിന് പറയുന്ന പേരാണ് റ. റ. ഓക്കെ, റ വെച്ചിട്ട് നമുക്കൊരു ചിത്രത്തിന്റെ പേര് പഠിക്കാനുണ്ട്. ആ ചിത്രം നോക്കിയാലോ? ഇവിടെ നോക്കിക്കേ. ഇതെന്താണ്? ആ സ്വർണ്ണ കളറുള്ള ഒരു പാത്രമാണ് അല്ലെ? ഈ പാത്രത്തിന് ഒരു പേര് പറയും. അതെന്താണെന്നറിയോ? ഈ പാത്രം എന്താണെന്നറിയോ? ഇത് അരി, നെല്ല് അതൊക്കെ അളക്കാൻ ഉപയോഗിക്കുന്ന ഒരു അളവ് പാത്രമാണ്. ഈ പാത്രത്തിന്റെ പേരാണ് പറ. എന്താണ്? പറ. ഈ പാത്രത്തിന്റെ പേരാണ് പറ. ഓക്കെ, ഈ പാത്രത്തിന് എന്താ പറയാ? പറ. അപ്പൊ നമ്മള് റ വെച്ചിട്ട് എന്ത് പഠിച്ചു? പറ. ഓക്കെ, പറ നമുക്ക് ഇവിടെ ഒട്ടിക്കാട്ടോ. ഞാൻ പറഞ്ഞേ. റ പറ. റ പറ. റ പറ. ഓക്കെ, റ വെച്ചിട്ട് എന്താ പഠിച്ചത്? പറ. ഇതേതാ അക്ഷരം? റ. ഇതേതാ അക്ഷരം? റ. റ വെച്ചിട്ട് എന്താ പഠിച്ചു? ഈ ചിത്രം എന്താണ്? ആ വെരി ഗുഡ്. എന്താണ്? പറ. ഓക്കെ, ഇനി നമുക്ക് ഈ റ എങ്ങനെ എഴുതാൻ നോക്കിയാലോ? നമുക്ക് എഴുതി പഠിക്കണ്ടേ? എന്നാ വേഗം എല്ലാവരും സ്ലേറ്റ് എടുത്തേ. സ്ലേറ്റ് കയ്യിൽ പിടിക്കേ. കയ്യിലെടുത്തോ? സ്ലേറ്റും പെൻസിലും കയ്യിൽ പിടിച്ചേ. നമുക്കെന്നാ എങ്ങനെ എഴുതാൻ നോക്കിയാലോ? അപ്പൊ നമുക്ക് റ എഴുതാം. അപ്പൊ ഇവിടെ നോക്കണേ, ഇവിടെ ശ്രദ്ധിച്ച് നോക്കണേ. നമ്മൾ റ എഴുതാൻ തുടങ്ങാണ് കേട്ടോ. ഇവിടെ നോക്കണേ, എല്ലാവരും ശ്രദ്ധിച്ച് നോക്കിക്കേ. ഇവിടെ നിന്ന് ഇങ്ങനെ വളഞ്ഞിട്ടൊരു വര വരയ്ക്കുക. നമ്മൾ എവിടുന്നാ തുടങ്ങിയത് ഞാൻ നേരെ ഓപ്പോസിറ്റില് അത് നിർത്താം. കണ്ടോ? ഇവിടെ തുടങ്ങി നമ്മൾ നേരെ നമ്മളത് അവസാനിപ്പിച്ചു. ഈ അക്ഷരാണ് റ. നമുക്ക് ഒന്നുകൂടെ എഴുതി നോക്കിയാലോ? റ. ഒന്നുകൂടെ എഴുതാം. എല്ലാവരും ശ്രദ്ധിക്കുന്നില്ലേ? റ. റ എഴുതാൻ എളുപ്പല്ലേ? എളുപ്പാണ്. കണ്ടോ? ഇവിടെ നിന്ന് ഇങ്ങനെ ഇങ്ങനെ വരക്കുക. ഇതാണ് റ. അപ്പൊ നിങ്ങൾ ഇതുപോലെ നിങ്ങളുടെ സ്ലേറ്റിന്റെ രണ്ട് ഭാഗത്തും കള്ളികൾ വരച്ചിട്ട് അതില് മുഴുവനും ഈ റ എന്ന അക്ഷരം എഴുതി പഠിക്കാം. ഓക്കെ, ഇനി ഞാനിവിടെ കുറച്ച് വാക്കുകൾ എഴുതും. അതിലെ റ എന്ന അക്ഷരം ഏതാണെന്ന് നിങ്ങൾ പറയണം. ഓക്കെ, ഇവിടെ കണ്ടോ? ഇത് പറ എന്നാണ് വായിക്കുക. ഇതിൽ റ എന്നുള്ള അക്ഷരം നിങ്ങൾ കാണുന്നുണ്ടോ? ഇതിൽ ഏതാണ് റ? ഇത് രണ്ട് അക്ഷരങ്ങൾ ഉണ്ട് അല്ലെ? ഇതിൽ ഏതാണ് റ എന്ന അക്ഷരം? നിങ്ങളൊന്ന് പറഞ്ഞേ. ഇതിൽ ഏതാണ് റ എന്ന അക്ഷരം? ഇതാണോ? അല്ല. ഇതാണോ? യെസ്, ഇതാണ് റ എന്ന അക്ഷരം. ഇനി അടുത്തത് ഇത് പറവ എന്നാണ് വായിക്കുക.
ഈ പറവയില് റ എന്ന അക്ഷരം നിങ്ങൾ കാണുന്നുണ്ടോ? കാണുന്നുണ്ടോ? ഇതിലേതാണ് റ? ഈ ഫസ്റ്റത്താണോ? അല്ലല്ല. ഇതാണോ? ഇതുമല്ല. ഇതാണ് റ. വെരി ഗുഡ്. ഇനി അടുത്തത് തറ. ഇതിലേതാണ് റ? നിങ്ങളൊന്ന് പറഞ്ഞേ, ഞാൻ നോക്കട്ടെ ആരൊക്കെ റ പഠിച്ചു നോക്കട്ടെ. ഇതിലേതാണ് റ? റ ഏതാണ്? വെരി ഗുഡ്. ഇതാണ് അല്ലേ? ഇനി അടുത്തത് ഇത് റവ എന്നാണ് വായിക്കുക. റവ. റവയിലെ റ എവിടെ? ഇതിലേതാണ് റ? രണ്ടക്ഷരങ്ങൾ കാണുന്നുണ്ട്. ഇതിലേതാണ് റ? ഏതാണ്? വെരി ഗുഡ്. ഈ ഫസ്റ്റത്താണല്ലേ റ? അപ്പൊ നിങ്ങള് റ പഠിച്ചൂലേ? ഇനി എല്ലാവരും നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലെ മലയാളം പേജ് ഒന്ന് തുറന്നു വെച്ചേ. തുറന്നു വെച്ചോ? അതില് റ എന്ന അക്ഷരം കണ്ടോ? പറയുടെ ചിത്രം കൊടുത്തിട്ടുണ്ട്. എല്ലാവരും കണ്ടോ? അതില് ഇതുപോലെ വെള്ള കളറില് റ എന്ന അക്ഷരം കൊടുത്തിട്ടുണ്ട്. കണ്ടോ? ഇപ്പൊ ഞാനിവിടെ ഒട്ടിക്കാണ് കേട്ടോ. എല്ലാവരും ടെക്സ്റ്റ് ബുക്കിലും ഇതുപോലെ വെള്ള കളറിലൊരു റ എന്ന അക്ഷരം കണ്ടോ? അതിനെ നമ്മള് കളർ ചെയ്തിട്ട് സുന്ദരനാക്കി മാറ്റണം. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കളർ ചെയ്യാട്ടോ. നിങ്ങളുടെ കയ്യിലുള്ള കളർ വെച്ചിട്ട് നിങ്ങൾ കളർ ചെയ്യാം. ഞാനിവിടെ റെഡ് കളറാണ് ഉപയോഗിക്കുന്നത്. എല്ലാരും ഇവിടെ നോക്കിക്കേ. റ എത്ര സുന്ദരനായി. ഇതുപോലെ നിങ്ങളും നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലെ റായെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കളർ വെച്ചിട്ട് കളർ ചെയ്ത് സുന്ദരനാക്കാം. ഓക്കെ. അപ്പൊ നിങ്ങൾ എല്ലാവരും റ എന്ന അക്ഷരം പഠിച്ചൂലേ? ഇനി വേഗം സ്ലേറ്റ് എടുത്തിട്ട് രണ്ട് ഭാഗത്തും കല്ല് വരച്ചിട്ട് ആ സ്ലേറ്റ് മുഴുവനും റ എന്ന അക്ഷരം എഴുതി പഠിക്കാം. ഓക്കെ. അപ്പോ അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും